ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്നാ എന്റെ തീരുമാനം ഞാൻ വളകാപ്പ് ചടങ്ങിന് വരുന്നില്ലെന്നാ. അത് നീയല്ല തീരുമാനിക്കേണ്ടത്, ഞാനാ തീരുമാനിക്കണ്ടേ. എന്റെ കാര്യം തീരുമാനിക്കുന്നത് ഞാനാ. നീ എന്റെ ഭാര്യയാണെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കണം. സമാധാനമായിട്ട് നമുക്കിവിടെ ജീവിക്കണം. ഈ ചടങ്ങ് നടത്തിയാലും ഇല്ലെങ്കിലും ജനിക്കേണ്ട സമയത്ത് നമ്മുടെ കുഞ്ഞ് ജനിക്കും. പിന്നെ എന്തിനാ വാശി പിടിക്കുന്നേ? ഇത് വെറും വാശി മാത്രമല്ല, ഈ കുടുംബത്തിന് മാത്രം പ്രശ്നമല്ല, തന്റെ കുടുംബത്തിന്റെ കൂടി പ്രശ്നമാണിത്. അച്ഛന്റെ വാശിക്ക് വേണ്ടി മാത്രം ഈ ചടങ്ങ് മാറ്റിവെക്കാൻ പറ്റില്ല. തന്റെ അച്ഛനും അമ്മയും ഈ ചടങ്ങ് നടത്തണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. സ്വന്തം മകളുടെ വളകാപ്പ് ചടങ്ങ് നടക്കണമെന്നുള്ള അവരുടെ ആഗ്രഹത്തിനെ തടയാൻ ആർക്കും അധികാരമില്ല. എന്റെ അച്ഛനോടും അമ്മയോടും ഞാൻ സംസാരിച്ചോളാം. ശരി, ഞാൻ സമ്മതിച്ചു. തന്റെ അച്ഛനോടും അമ്മയോടും ഈ ചടങ്ങ് നടത്തുന്നില്ലെന്ന് തനിക്ക് പറയാം. പക്ഷേ ഞാൻ അവരുടെ മരുമകനാ, തന്റെ ഭർത്താവാ. അതിനേക്കാളും ഒക്കെ അപ്പുറം തന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛനാണ്. അവരോട് ഞാൻ എന്ത് മറുപടി പറയും? അവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഞാൻ തലകുനിച്ച് നിൽക്കേണ്ടി വരില്ലേ? അതുമാത്രമല്ല, എന്റെ കുഞ്ഞിനോട് എനിക്കും ചില കടമകളുണ്ട്. ഏത് അന്ധവിശ്വാസത്തിന്റെ പേരിലായാലും ആ കടമകൾ എനിക്ക് നടത്താതിരിക്കാൻ പറ്റില്ല. ഇവിടെ സംഭവിച്ചതിനൊക്കെ എല്ലാവരും കുറ്റം പറയുന്നത് നമ്മുടെ കുഞ്ഞിനെയോ? ഇതുവരെ എല്ലാരും പറഞ്ഞതൊക്കെ ഞാൻ ക്ഷമിച്ചു. സ്നേഹയുടെ പ്രഗ്നൻസി പോയത് മുതൽ അച്ഛൻ ഹോസ്പിറ്റലിലായതുവരെ ഇവിടെയും വൃന്ദാവനത്തിലും നടന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ കുഞ്ഞിന്റെ ജാതകദോഷമായി കൂട്ടിക്കെട്ടി. കുറ്റം പറയാൻ ഇവർക്കൊക്കെ ആരാ അധികാരം കൊടുത്തത്? വിശ്വാസം മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയാ. അത് മനസ്സിലാക്കാത്ത ഇവരുടെ വാക്കേക്കേണ്ട ഒരു ആവശ്യവുമില്ല. നമ്മൾ തീരുമാനിച്ചത് നമ്മൾ നടത്തും. എടോ, ഓരോ കുഞ്ഞിനെയും ഈ ഭൂമിയിലേക്ക് ജനിപ്പിക്കുമ്പോ ദൈവത്തിന് ഓരോ പ്ലാനുണ്ട്. അന്ധവിശ്വാസം കുത്തിക്കയറ്റി ദൈവത്തിന്റെ പ്ലാൻ പോലും തെറ്റിക്കാൻ ഇവരൊക്കെ ശ്രമിക്കുന്നത്. അറിഞ്ഞോ അറിയാതെയോ അച്ഛൻ നിനക്ക് കൂട്ടുനിൽക്കുക. എനിക്കത് അനുവദിക്കാൻ പറ്റില്ല. അച്ഛൻ ഇങ്ങനെ വാശി പിടിച്ച് നിൽക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യാനാ? അച്ഛൻ ഈ കുടുംബത്തിന്റെ നാഥനാണ്, സമ്മതിച്ചു. പക്ഷേ നീയും ഞാനും നമ്മുടെ കുഞ്ഞും മറ്റൊരു കുടുംബമാണ്. നമ്മുടെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം എനിക്ക് നിനക്ക് മാത്രമാണ്. അച്ഛനല്ല ആര് പങ്കെടുത്തില്ലെങ്കിലും പേരിനെങ്കിലും ഈ ചടങ്ങ് ഞാൻ നടത്തും. ഇത് അച്ഛനോടുള്ള വാശി മാത്രമല്ല, സ്വന്തം കുഞ്ഞിനോടുള്ള നമ്മുടെ കടമ കൂടിയാ. സച്ചേട്ടാ, അത് മതി, വേണ്ട, ഇനി താനൊന്നും പറയണ്ട. നമ്മുടെ ജീവിതത്തിന് ഒരു പുതിയ അർത്ഥം ഉണ്ടാവുക. ഇവിടെ തോറ്റുപോകരുത്. അച്ഛന്റെ വാശിക്ക് മുമ്പിൽ ഈ ചടങ്ങ് വേണ്ടെന്ന് പറയുമ്പോഴും ഇത് നടന്നു കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് തന്റെ മനസ്സാണെന്ന് എനിക്കറിയാം. ധൈര്യമായിട്ടിരിക്കുക. ആരെതിർത്താലും നമ്മൾ ഈ ചടങ്ങ് നടത്തിയിരിക്കും. മറ്റൊന്നും ആലോചിക്കണ്ട. ഈ തീരുമാനം നമ്മുടെ കുഞ്ഞിന് വേണ്ടിയാ. മതി മതി മതി. വളകാപ്പിന് നെല്ലിശ്ശേരിയിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് കൃഷ്ണന്റെ അമ്പലത്തിലൊന്ന് കയറണം.
സച്ചിയുടെ അർച്ചനയുടെയും പേരിൽ ഒരു വഴിപാട് നടത്താൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതിന്റെ പ്രസാദം വാങ്ങിച്ചോണ്ട് വേണം പോവാൻ. അതിനെന്താ, പോകുന്ന വഴിക്കില്ലേ കൃഷ്ണന്റെ അമ്പലം, ഉം. നമുക്ക് അവിടെ കയറി ഒന്ന് തൊഴുതിട്ട് പോവാം. ഞാൻ വരുന്നില്ല. അമ്മയും അനൂപേട്ടനും കൂടി പോയാ മതി. ആവണി മോക്ക് നാളെ സ്കൂളിൽ പോണം. അവളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാനിവിടെ വേണ്ടേ? ആവണി നാളെ സ്കൂളിൽ പോകുന്നില്ല, അവളെ നമ്മളോടൊപ്പം വരുന്നു. അത് പറ്റില്ല. അവക്ക് നാളെ എക്സാം ഉള്ളതാ. ആണോ മോളെ? നാളെ നിനക്ക് എക്സാം ഉണ്ടോ? അത് യൂണിറ്റ് ടെസ്റ്റാ അച്ഛമ്മേ. നാളെ പോയില്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. അത് പറ്റില്ല. നാളത്തെ എക്സാം മുടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ടീച്ചർമാരുടെ വായിലിരിക്കുന്ന കേൾക്കുന്നത് ഞാനാ. PTA മീറ്റിംഗിന് വരുമ്പോ നീ ആബ്സെന്റ് ആയതിന് ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ അവര് പറയും. എനിക്കതൊന്നും കേൾക്കാൻ വയ്യ. നാളെ നീ സ്കൂളിൽ പോയേ പറ്റൂ. അപ്പൊ വളക്കാപ്പ് ചടങ്ങ് എനിക്ക് കാണണ്ടേ? മീരെ, നീ ഇങ്ങനെ വാശി പിടിക്കാതെ. ഓ, അത് അത്ര വലിയ എക്സാം ഒന്നും അല്ലല്ലോ. അവള് ചെറിയ ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്. ഓ, ഒരു ദിവസം സ്കൂളിൽ പോയില്ല എന്ന് പറഞ്ഞ് ഒന്നും വരാനില്ല. ഉം. അമ്മയ്ക്കും അനൂപേട്ടനും അങ്ങനെയൊക്കെ പറയാം. സ്കൂളിലെ ടീച്ചർമാരോട് മറുപടി പറയേണ്ടത് ഞാനാ. ഓ, ഇവളെ നാളെ സ്കൂളിൽ വിടാതിരിക്കാൻ പറ്റത്തില്ല. ശരി, നാളെ ആവണി സ്കൂളിൽ പൊക്കോട്ടെ. നിനക്കെന്താ വരാൻ പറ്റാത്തത്? അവക്ക് സ്കൂളിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ആര് നോക്കും? അല്ല, അതിന് അവള് സ്കൂളിൽ പോകുന്ന രാവിലെ 7:30-ക്കല്ലേ? സ്കൂൾ ബസ് വന്ന് പോയി കഴിഞ്ഞിട്ട് നമുക്ക് പോയാ പോരെ? അതെ, നമുക്കൊരു 9 മണിയാകുമ്പോ ഇവിടുന്ന് പോയാൽ മതി. കൃഷ്ണന്റെ അമ്പലത്തിനോട് കയറിയിട്ട് അവിടെ ചെല്ലുമ്പോ കറക്റ്റ് ആയിരിക്കും. ഇവള് നാളെ സ്കൂളിൽ പോയാലും എനിക്ക് വരാൻ പറ്റില്ല. ശ്ശേ, അതെന്താ നിനക്ക് വരാൻ പറ്റാത്തത്? ഞാൻ വരുന്നില്ല, അത്ര തന്നെ. അല്ലാതെ അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ഉം. നിനക്കെന്താ അച്ഛനോട് സച്ചിയുടെ വല്ല വിരോധമുണ്ട്? ആ, അത് അമ്മയ്ക്ക് ഇതുവരെ മനസ്സിലായില്ലേ? ആ അവന്തിക പറഞ്ഞു കൊടുത്തത് ഏതാണ്ട് തലയെ കയറ്റിക്കൊണ്ട് നടക്കാ ഇവിടെ. ഓ, പലതവണ ഞാൻ നിന്നോട് പറഞ്ഞു അവന്തിയുമായിട്ട് ഒരു ബന്ധവും വേണ്ടാന്ന്. പക്ഷേ കേക്കട്ടെ, ഇടയ്ക്കിടയ്ക്ക് അവന്തി എന്തെങ്കിലുമൊക്കെ അങ്ങ് പറഞ്ഞു കൊടുക്കും. ഇവളത് അപ്പാടെ എടുത്തങ്ങ് വിഴുങ്ങും. ഒരു കാര്യം ഞാൻ പറയാം, എന്റെ പെങ്ങടെ വളകാപ്പ് ചടങ്ങാ. ആവണി മോള് സ്കൂളിൽ പോകുന്നോണ്ട് അവളുടെ കാര്യം വിട്ടേക്ക്. വളകാപ്പ് ചടങ്ങിൽ പങ്കെടുക്കാൻ നാളെ നമ്മളെല്ലാരും നെല്ലിശ്ശേരിയിലേക്ക് പോകും. ഇതേ എന്റെ തീരുമാനമാണ്. എന്നാ എന്റെ തീരുമാനം ഞാൻ വളകാപ്പ് ചടങ്ങിന് വരുന്നില്ലെന്നാ. അത് നീയല്ല തീരുമാനിക്കേണ്ടത്, ഞാനാ തീരുമാനിക്കണ്ടേ. എന്റെ കാര്യം തീരുമാനിക്കുന്നത് ഞാനാ. നീ എന്റെ ഭാര്യയാണെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കണം.